ടപ്പേ എന്ന് പറഞ്ഞ കണക്കാണ് എവിക്ഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത് ഒരാൾ കൂടി ഔട്ടായിരിക്കുകയാണ്. ടോപ്പ് 4, അതെ, ടോപ്പ് 4 എവിക്ഷൻ നടന്നിരിക്കുന്നു. ആരാണ് എവിക്റ്റ് ആയിരിക്കുന്നത് പറയാം. സൗന്ദര്യയുടെയും വിശാലിന്റെയും കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? ആരായിരിക്കും റണ്ണറപ്പ്, ആരായിരിക്കും ടോപ്പ് 3 അതും പറയാം. പവിത്ര എവിക്റ്റഡ് ആയി. ഞാൻ കുറച്ചു നേരം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ടോപ്പ് 5 ആണ്. ഇനി അടുത്ത ടോപ്പ് 4-ൽ ആരാണ് എവിക്റ്റഡ് ആയിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ഞാൻ അറിഞ്ഞത് ഒരു എവിക്ഷൻ കൂടി നടന്നു എന്നാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ന് 2 എണ്ണം നടക്കുമെന്ന്. ഒരെണ്ണം കൂടി നടന്നു. റയാനാണ് ഔട്ടായിരിക്കുന്നത്. റയാൻ ടോപ്പ് 4 റയാനാണ് എവിക്റ്റ് ആയിരിക്കുന്നത്. പക്ഷേ എനിക്കതൊരു ഡിസർവിങ് ആണെന്ന് തോന്നുന്നില്ല. കാരണം റയാൻ 3rd പൊസിഷന് ഡിസർവിങ് ആയിട്ടുള്ള ആളായിരുന്നു. ഇപ്പൊ കിട്ടിയ ഈ ഒരു ടോപ്പ് 5-ൽ വെച്ചിട്ട് റയാൻ ടോപ്പ് 3-ക്ക് അർഹനായിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ടോപ്പ് 4 ആയിപ്പോയി. ഓക്കെ, ഭയങ്കര വലുതായിട്ട് അൺഫെയർ എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. എന്നാലും ടോപ്പ് 3-ക്ക് അർഹനായിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. ടോപ്പ് 4-ലേക്ക് തള്ളപ്പെട്ടത് ഭയങ്കര വലിയൊരു ഇതായി പോയി എന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പം റയാൻ എവിക്റ്റഡ്, അതാണ് പറയാനുള്ളത്. ഇനി വിശാലിന്റെയും സൗന്ദര്യയുടെയും കേസാണ്. നാളെ ട്വിസ്റ്റുകൾ സംഭവിക്കാം. എപ്പോൾ വേണമെങ്കിലും ആര് വേണമെങ്കിലും റണ്ണറപ്പ് ആവാം. എന്തായാലും വിന്നർ മുത്തു തന്നെ, അതിൽ ഒരു മാറ്റവും ഇല്ല. ഇനി റണ്ണറപ്പിന്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, സൗന്ദര്യക്കാണ് വോട്ട്. പക്ഷെ ചാനലിനെ ഡിസൈഡ് ചെയ്യാം. ചാനൽ തീരുമാനിക്കുകയാണ്. വിശാലിനെ കൊടുത്താൽ മതി, കഴിഞ്ഞ തവണ മണിചന്ദ്രയ്ക്ക് കൊടുത്ത പോലെ വിശാലിനെ റണ്ണറപ്പ് കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് തീരുമാനിച്ചു കഴിഞ്ഞാൽ വോട്ട്സിൽ വലിയ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് കൊടുക്കും. ജനങ്ങളൊന്നും പറയത്തൊന്നുമില്ല. ഇതാണ് ഒഫീഷ്യൽ വോട്ടിംഗ്. ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ഒഫീഷ്യൽ വോട്ടിങ്ങിൽ മുത്തുവിന് 31% വോട്ട്സ്, പിന്നെ സൗന്ദര്യക്ക് 20% വോട്ട്സ്, വിശാലിന് 18% വോട്ട്സ്, റയാന് 17.5% വോട്ട്സ്, പവിത്രയ്ക്ക് 13.5 സംതിങ്, അത്ര എങ്ങനെ ടോട്ടൽ കൂട്ടുമ്പോൾ എല്ലാം കൂടെ 100 വരണം. അപ്പം അങ്ങനെയാണ് വോട്ട്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് അറിയുന്നു. ഇനി നമുക്ക് നോക്കാം. ഇനി എവിക്ഷൻ ഒന്നും നടക്കത്തില്ല. ഇനി 3 പേരും കൂടെ ഡയറക്റ്റ് ഫിനാലയിലേക്ക്. തമിഴ് ബിഗ് ബോസിൽ അങ്ങനെയാണ്. 6-ലും 7-ലും ഒക്കെ 3 പേരെയും കൂടെ ഒരുമിച്ചാണ് ഫിനാലയിൽ കൊണ്ടുപോകുന്നത്. അല്ലാതെ ഇങ്ങനെ ഹോസ്റ്റ് കയറി വന്നിങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകത്തില്ല. സ്റ്റേജിൽ കൊണ്ടുവന്ന് അവിടെ നിർത്തി ഒരാളെ എവിക്റ്റഡ് ആക്കും. എന്നിട്ടേ ബാക്കിയുള്ള 2 പേരെ ഇങ്ങനെ കയ്യിൽ പിടിക്കത്തുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്ന് അറിയാം. എന്തായാലും ഒരാൾ കൂടി എവിക്റ്റ് ആയിരിക്കുന്നു. ടോപ്പ് 4 റയാൻ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇന്ന് ഇനിയിപ്പം എവിക്ഷൻ ഇല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടായിരിക്കും വരുന്നത്. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.